ആനയെഴുന്നള്ളിപ്പ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തില്ലെന്ന് ഹൈക്കോടതി. തൃശൂർ പൂരം ആഘോഷം ചുരുക്കേണ്ടിവരുമെന്നും ഹൈക്കോടതി ഇളവുകൾ നൽകണമെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ. നാട്ടിക ദുരന്തത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മദ്യലഹരിയിൽ മയങ്ങിപ്പോയെന്ന ലോറി ക്ലീനറുടെ കുറ്റസമ്മതമൊഴി. ഇരിങ്ങാലക്കുട കോമ്പാറയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയായ യുവതിക്ക് ദാരുണാന്ത്യം. അപകടത്തിനിടയാക്കിയത് സ്വകാര്യ ബസിനെ മറികടന്നെത്തിയ കാർ. ചാലക്കുടിയിൽ വീടിന് തീപിടിച്ചു. വീടിനകത്ത് അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത് നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ. തിരുവില്ലാമലയിൽ ഷവർമ കഴിച്ചവർക്ക് ദേഹാസ്വാസ്ഥ്യം. 2 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. നാട്ടുകാർ റെസ്റ്റോറന്റ് ഉടമയെ ചോദ്യം ചെയ്തത് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു. ഗുരുവായൂരിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ മോഷ്ടാവ് പോലീസ് പിടിയിലായി. മലപ്പുറം താനൂർ സ്വദേശി പ്രദീപാണ് അറസ്റ്റിലായത്. 2 മാസത്തിനിടയിൽ പ്രതി കവർന്നത് 20ഓളം പവൻ സ്വർണം. വാർത്തകൾ വിശദമായി. ആനയെഴുന്നള്ളിപ്പ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തില്ലെന്ന് ഹൈക്കോടതി. തൃശൂർ പൂരം ആഘോഷം ചുരുക്കേണ്ടിവരുമെന്നും ഹൈക്കോടതി ഇളവുകൾ നൽകണമെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ. ഉത്സവങ്ങൾക്കുള്ള ആനയെഴുന്നള്ളിപ്പ് അനിവാര്യമായ മതാചാരമല്ലെന്നും ആചാരമല്ലെങ്കിൽ ആനയെഴുന്നള്ളിപ്പ് തുടരാനാകില്ലെന്നുമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ദേവസ്വങ്ങൾ പിടിവാശി ഉപേക്ഷിക്കണം. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം കർശനമായി പാലിക്കണം. ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കും. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർമാർക്ക് നിരീക്ഷണ ചുമതല നൽകും. ഹൈക്കോടതിയുടെ ഉത്തരവുകൾക്കെതിരെ പ്രതിഷേധം ഉയർത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഉത്തരവ് നടപ്പാക്കാനാവശ്യമായ നടപടികൾ നീതിന്യായ വ്യവസ്ഥ സ്വീകരിക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞു. അതേസമയം ഹൈക്കോടതിയുടെ ഉത്തരവ് പൂരമാഘോഷമെന്ന പേര് മാറ്റി പൂരമെന്ന ചടങ്ങിലേക്ക് പോകേണ്ടിവരുമെന്നും തൃശൂർ പൂരം ഒരാനപ്പുറത്ത് ശീവേലിയോടെ നടത്തേണ്ടിവരുമെന്നും തിരുവമ്പാടി സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു. തൃശൂർ പൂരം 200 ചില്ലാൻ വർഷമായി ആഘോഷിക്കുന്ന ഒരു പൂരമാണ്. ആറാട്ടുപുഴ പൂരം 1400 ചില്ലാൻ വർഷമായി എന്നാണ് പറയുന്നത്. ആ പൂരം ആഘോഷം എന്നുള്ള വാക്ക് ഇപ്പോൾ മാറ്റി വെക്കേണ്ടി വരും. പൂരം എന്നുള്ള ഒരു ചടങ്ങിലേക്ക് മാത്രമായിട്ട് ഒതുക്കേണ്ട ഒരു സാഹചര്യമാണ്. ഒരാനപ്പുറത്ത് എഴുന്നള്ളിച്ച് പൂരം ആഘോഷിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുകയാണ്. സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. ഹൈക്കോടതി ഒറ്റയടിക്ക് തീരുമാനം എടുക്കരുതെന്നും ഒന്നുകൂടി ചിന്തിച്ച് ഇളവുകൾ നൽകണമെന്നും കെ ഗിരീഷ് കുമാർ അഭിപ്രായപ്പെട്ടു. കോടതിയുടെ ഈ നിർദ്ദേശം അത് ഏത് തരത്തിലാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ ഗവൺമെന്റ് അതിൽ ഇടപെടണം. ഗവൺമെന്റ് ഇടപെട്ട് അതിലൊരു തീരുമാനം ഉണ്ടാക്കണം. തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് പോലെയുള്ള ആ ഒരു വലിയ ആഘോഷം അത് ബാൻ ചെയ്യുകയും അതേപോലെ അവിടുത്തെ ജനങ്ങളും ഗവൺമെന്റും എല്ലാം ഇടപെട്ട് അതിലൊരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നമ്മുടെ പൂരാഘോഷങ്ങളും നമ്മുടെ പൈതൃകങ്ങളും എല്ലാം സംരക്ഷിക്കുന്നതിനും ആനയെഴുന്നള്ളിപ്പും എല്ലാം സംരക്ഷിക്കുന്നതിന് നമ്മളെ ഒറ്റക്കെട്ടായി നിൽക്കണം. ബഹുമാനപ്പെട്ട കോടതിയെ അത് വീണ്ടും ധരിപ്പിച്ച് അതിലെന്തെങ്കിലും ചെറിയ എടുത്ത തീരുമാനങ്ങളിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി കോടതിയെ അത് ധരിപ്പിച്ച് ഗവൺമെന്റ് അതിനുവേണ്ട മുൻകൈ എടുക്കണം. ഒറ്റയടിക്ക് ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് എന്നുള്ള ഒരു അഭിപ്രായമാണ്. അതിൽ വീണ്ടും അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് വീണ്ടും ധാരാളം ചർച്ചകൾ ചെയ്ത് എന്നതിന് ശേഷം മാത്രമേ അതൊരു ഉത്തരവാക്കാൻ പാടുള്ളൂ എന്നുള്ള അഭ്യർത്ഥനയാണ് തിരുവമ്പാടി ദേവസ്വത്തിനുള്ളത്. ആനയെഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതിയുടെ ഉത്തരവ് ദേവസ്വങ്ങളിലും ഉത്സവാഘോഷ കമ്മിറ്റികളിലും ആനപ്രേമികളിലും പൂരപ്രേമികളിലുമെല്ലാം വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. TC വിനോസ്, തൃശൂർ. നാട്ടികയിൽ 5 പേരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ വാഹനമോടിച്ചിരുന്ന ക്ലീനറുടെ കുറ്റസമ്മതമൊഴി പുറത്ത്. മദ്യലഹരിയിൽ മയങ്ങിപ്പോയതാണെന്ന് ക്ലീനർ അലക്സ് സമ്മതിച്ചു. 20 സെക്കൻഡ് കണ്ണടച്ചുപോയി. വണ്ടി എന്തിലോ തട്ടുന്നത് തോന്നിയപ്പോൾ വെട്ടിച്ചു എന്നുമാണ് അലക്സിന്റെ മൊഴി. നിലവിളി ശബ്ദം കേട്ടതോടെ രക്ഷപ്പെടാൻ നോക്കിയെന്നും അലക്സ് കുറ്റസമ്മതം നടത്തി. അപകട സമയത്ത് അലക്സാണ് വാഹനം ഓടിച്ചിരുന്നത്. കണ്ണൂർ ആലങ്കോട് സ്വദേശിയാണ് അറസ്റ്റിലായ അലക്സ്. സംഭവത്തിൽ ഡ്രൈവറെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളെ 2 ദിവസത്തിനകം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി.
ഇരിങ്ങാലക്കുട കോമ്പാറയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയായ യുവതി മരിച്ചു. വെള്ളാങ്ങല്ലൂർ ചാമക്കുന്ന് സ്വദേശിനി വാഴൂർ വീട്ടിൽ 39 വയസ്സുള്ള ഷൈജയാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും വന്നിരുന്ന അരിപ്പാലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ സ്വകാര്യ ബസിനെ മറികടക്കുന്നതിനിടെ എതിരെ വന്നിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ഷൈജയെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഷൈജയുടെ കുട്ടിയെ സ്കൂളിൽ നിന്നും കൊണ്ടുവരുവാൻ പോകുന്ന വഴിയാണ് അപകടം. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. നാട്ടികയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശി 23 വയസ്സുള്ള ശ്രീഹരിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി തൃപ്രയാർ ഏകാദശിക്ക് പോകുമ്പോൾ നാട്ടിക പെട്രോൾ പമ്പിനടുത്ത് വെച്ചായിരുന്നു അപകടം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കയ്പമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വ്യാപാരി മരിച്ചു. കയ്പമംഗലം കാളമുറി കിഴക്ക് ഭാഗം അറയ്ക്കവീട്ടിൽ 52 വയസ്സുള്ള അബ്ദുൽ ഗഫൂറാണ് മരിച്ചത്. 7 മാസം മുമ്പ് പെരിഞ്ഞനത്ത് കാറിടിച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കാളമുറി തെക്കേ ബസ് സ്റ്റോപ്പിനടുത്ത് സൽമാൻ ബേക്കറി ഉടമയായിരുന്നു. ചാലക്കുടി CMI പബ്ലിക് സ്കൂളിന് സമീപം വീടിന് തീപിടിച്ചു. ശ്വാസതടസ്സം അനുഭവപ്പെട്ട 2 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ. തെറ്റയിൽ വീട്ടിൽ ജോൺസന്റെ വാർക്ക വീട്ടിലാണ് തീപിടിച്ചത്. ജോൺസന് പുറമെ ഭാര്യ ഡെയ്സി, മകൻ ആഷിഖ്, മകൾ അനീറ്റ, ഇവരുടെ 3 മാസം പ്രായമുള്ള മകളും സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. വീട്ടുകാരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ വാതിൽ ചവിട്ടി തുറന്നാണ് വീട്ടിനകത്ത് അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ട ജോൺസൺ, ആഷിഖ് എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. തീപിടുത്തത്തിൽ വീട് ഭാഗികമായി നശിച്ചു. അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറിൽ തീ പടരാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തിരുവില്ലാമലയിൽ ഷവർമ കഴിച്ചതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിക്ക് ആൻഡ് മിക്സ് കഫേ ആൻഡ് റെസ്റ്റോറന്റിൽ നിന്ന് ഷവർമ കഴിച്ചവർക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. പാമ്പാടി ഗുരുദിയാൻ പറമ്പിൽ ഷംസീദ്, ഭാര്യ ഷഹാന എന്നിവരാണ് ഛർദിയെ തുടർന്ന് ചികിത്സ തേടിയത്. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ റെസ്റ്റോറന്റിൽ ചോദ്യം ചെയ്യാനെത്തിയത് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പും നടത്തിയ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. സ്ഥാപനത്തിന് ജലപരിശോധനയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അടുക്കള ഭാഗത്ത് എലികളെയും പാറ്റകളെയും കണ്ടെത്തി. തീയതി കഴിഞ്ഞ പാൽ പാക്കറ്റുകളും പിടിച്ചെടുത്തു. സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിക്കുന്നതിനും പിഴ ഈടാക്കുന്നതിനുമുള്ള നോട്ടീസ് നൽകി. ഭക്ഷ്യസുരക്ഷാ ഓഫീസർ PV ആസാദ്, മണലൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ P അരുൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ P രാജിമോൾ, JHIPS ജിൻഷ എന്നിവരാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയത്. ഷവർമയുടെയും മയോണൈസിന്റെയും സാമ്പിളുകൾ ശേഖരിച്ച് കാക്കനാട് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനുമതിയില്ലാതെ റെസ്റ്റോറന്റ് തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല. കർശന നിർദ്ദേശങ്ങൾ നൽകി. റെസ്റ്റോറന്റ് നേരത്തെയും 3 തവണ അടച്ചിട്ടിട്ടുണ്ട്. ഗുരുവായൂരിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ മോഷ്ടാവ് ഒടുവിൽ പോലീസ് പിടിയിലായി. മലപ്പുറം താനൂർ സ്വദേശി മൂർക്കാടൻ പ്രദീപാണ് അറസ്റ്റിലായത്. 2 മാസത്തിനിടയിൽ 20ഓളം പവൻ സ്വർണമാണ് ഇയാൾ കവർന്നത്. ഗുരുവായൂർ ACP PK ബിജു, SHO G ജയകുമാർ, SIK ഗിരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് പ്രതിയെ പിടികൂടിയത്. തിരുവങ്കിടം ഫ്രണ്ട്സ് റോഡിൽ കൈപ്പട ഉഷ, ക്ഷേത്രദർശനത്തിനെത്തിയ കൊല്ലം ഓച്ചിറ ചൈതന്യ വീട്ടിൽ രത്നമ്മ, ആറന്മുള സ്വദേശി രേഖ നായർ, കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ലക്ഷ്മി, തെക്കേനടയിൽ പുളിയശ്ശേരി ലജീഷിന്റെ ഭാര്യ സിധു എന്നിവരുടെ മാലകൾ കവർന്നത് ഇയാളാണെന്ന് പോലീസ് പറഞ്ഞു. കൂടാതെ നിരവധി വീടുകളിൽ മോഷണത്തിന് ശ്രമിച്ചിരുന്നു. മോഷണത്തിന് ശേഷം കോഴിക്കോട്ടേക്ക് പോയി ദൂർത്തടിക്കുകയാണ് ഇയാളുടെ പതിവ്. പുലർച്ചെ മോഷണം നടത്തി മടങ്ങുന്നതിനാൽ പോലീസിന് പ്രതിയെക്കുറിച്ച് യാതൊരു തുമ്പും കിട്ടിയിരുന്നില്ല. എന്നാൽ നവംബർ 20-ന് മോഷണത്തിനെത്തിയ സമയത്ത് CCTVയിൽ പതിഞ്ഞ ദൃശ്യമാണ് നിർണായക തെളിവായി മാറിയത്. മോഷണം നടത്തി മടങ്ങുമ്പോൾ തിരുവങ്കിടം ചീരോത്ത് സന്തോഷിന്റെ ബൈക്കുമായാണ് പ്രതി രക്ഷപ്പെട്ടത്. ഈ ബൈക്ക് പൊന്നാനിയിൽ വെച്ചതിനു ശേഷം അവിടെ നിന്ന് മറ്റൊരു ബൈക്കും മോഷ്ടിച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. വിവിധ ജില്ലകളിലായി 12ഓളം മോഷണ കേസുകൾ ഇയാളുടെ പേരിലുള്ളതായി പോലീസ് പറഞ്ഞു. 6 മാസം മുമ്പാണ് ഇയാൾ ജയിലിൽ നിന്നിറങ്ങിയത്. മോഷ്ടിച്ച 83 ഗ്രാം സ്വർണം പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. മോഷണ വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിന് സഹായിച്ചയാളെക്കുറിച്ചും പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. മോഷണം നടത്തിയ സ്ഥലങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലും തെളിവെടുപ്പ് നടത്തിയ ശേഷം പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ അന്വേഷണത്തിനായി അടുത്ത ദിവസം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. TC വിനോസ്, ഗുരുവായൂർ.
ദേശീയപാത മണ്ണുത്തി മുല്ലക്കര മുളയം റോഡ് ജംഗ്ഷനിൽ ഡോൺ ബോസ്കോ സ്കൂളിന് മുന്നിലെ ദേശീയപാത റോഡ് ബദൽ സംവിധാനം ഒരുക്കാതെ ഇരുമ്പുവേലി കൊണ്ട് കെട്ടിയടച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ആറുവരിപ്പാതയിലെ ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് റോഡ് അടച്ചുകെട്ടിയത്. ഇതോടെ ഡോൺ ബോസ്കോ സ്കൂളിലെ വിദ്യാർത്ഥികൾ ദുരിതത്തിലായി. 2 അടി ഉയരമുള്ള ഇരുമ്പുവേലി ചാടിക്കടന്നാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂളിന് സമീപം മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സമരം മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ബാബു മാണിശ്ശേരി, ഫാദർ KD ജോസഫ്, ഫാദർ ജിതിൻ ചക്കിമംഗലത്ത്, MU മുത്തു തുടങ്ങിയവർ സംസാരിച്ചു. അക്കാദമി അധ്യക്ഷൻ ചുമതല ഒഴിയുന്നുവെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് കവി K. സച്ചിദാനന്ദൻ. പൊതുയോഗങ്ങളും പ്രസംഗങ്ങളും പതുക്കെ അവസാനിപ്പിക്കുന്നുവെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് പദവി ഒഴിയുന്നതായി ഫേസ്ബുക്കിലൂടെ രാവിലെ അറിയിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ചുമതലയിൽ നിന്നും ഒഴിയുന്നത്. തനിക്ക് ഭൂമിയിൽ വളരെ കുറച്ച് സമയമേ ഉള്ളുവെന്നും അയ്യപ്പ പണിക്കർ ഫൗണ്ടേഷൻ, ആറ്റൂർ രവിവർമ്മ ഫൗണ്ടേഷൻ, സാഹിത്യ അക്കാദമി, ദേശീയ മാനവിക വേദി അടക്കം സംഘാടകൻ എന്ന നിലയിൽ താൻ സഹകരിച്ചിട്ടുള്ള സംഘടനകളുടെ ചുമതലയിൽ നിന്നും ഒഴിയുകയാണെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സച്ചിദാനന്ദൻ പറഞ്ഞു. കൂടാതെ മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും പബ്ലിഷിംഗ് ഹൌസുകളുടെ എഡിറ്റിംഗ് ജോലികളിൽ നിന്നും ഒഴിയുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ രാവിലെയിട്ട പോസ്റ്റ് സച്ചിദാനന്ദൻ പിൻവലിക്കുകയും ചെയ്തു. സച്ചിദാനന്ദൻ ഔദ്യോഗിക ചുമതലകളിൽ നിന്നും ഒഴിവായത് സംബന്ധിച്ച് അറിയില്ലെന്ന് അക്കാദമി സെക്രട്ടറി അബൂബക്കർ അറിയിച്ചു. ദേശമംഗലത്ത് പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ച യുവാവിനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ പറവൂർ സ്വദേശി തൊണ്ടിൽ വീട്ടിൽ സന്തോഷ് കുമാറാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 11-നാണ് അമ്പാട്ട് നാണുവിന്റെ മകൾ സ്വപ്നയുടെ വീട് കുത്തിത്തുറന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ചത്. ചെന്നൈയിൽ ഇൻകം ടാക്സ് കമ്മീഷണർ ഉദ്യോഗസ്ഥയായ സ്വപ്ന ചെന്നൈയിലാണ് താമസം. മോഷണത്തിന് ശേഷം പ്രതി 17 ദിവസങ്ങൾക്ക് ശേഷം മൊബൈലിൽ തന്റെ സിം കാർഡ് ഇട്ടതോടെ പോലീസിന് പ്രതിയെക്കുറിച്ച് വിവരം ലഭിക്കുകയായിരുന്നു. പ്രതിയെ മോഷണം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പഴയ വീടുകൾ പൊളിക്കുന്ന ജോലി ചെയ്യുന്ന സന്തോഷ് കുമാർ താമസിക്കുന്നത് ദേശമംഗലത്ത് തന്നെയാണ്. പ്രതിക്കെതിരെ മുൻപ് പോക്സോ കേസുണ്ടെന്നും പോലീസ് പറഞ്ഞു. CI ആനന്ദകൃഷ്ണൻ, SI V സുഭാഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജയൻ, വിനീത് മോൻ, CPO ഗിരീഷ് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കാട്ടൂർ മുനയത്തെ താൽക്കാലിക ബണ്ട് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന നാട്ടുകാർ. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിക്കുന്ന താൽക്കാലിക ബണ്ടിൽ ഉപയോഗിക്കുന്നത് കാലപ്പഴക്കം ചെന്ന മുളകളാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കനോലി കനാലും കരുവന്നൂർ പുഴയും സംഗമിക്കുന്നിടത്താണ് ബണ്ട് നിർമ്മിക്കുന്നത്. വേനൽ കടുക്കുന്നതോടെ കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറി കനാലിൽ ഓരുവെള്ളമായി മാറും. ഈ വെള്ളം കൃഷിഭൂമിയിൽ എത്താതിരിക്കാനാണ് ബണ്ട് നിർമ്മിക്കുന്നത്. 40 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് വർഷാവർഷങ്ങളിൽ താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത്. ഡിസംബർ ആദ്യവാരത്തോടെ നിർമ്മിച്ച് മഴക്കാലമാകുന്നതോടെ പൊളിച്ചു നീക്കുന്ന രീതിയാണുള്ളത്. കാട്ടൂർ, കാറളം, അന്തിക്കാട്, പഴുവിൽ, താന്യം തുടങ്ങിയ പ്രദേശങ്ങളിലെ നെൽകൃഷിയെ വെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കാനാണ് ബണ്ട് പ്രധാനമായും നിർമ്മിക്കുന്നത്. 2016-ൽ ഇരിങ്ങാലക്കുട MLA ആയിരുന്ന തോമസ് ഉണ്ണിയാടൻ ഇവിടെ സ്ഥിരം സംവിധാനം നിർമ്മിക്കുമെന്നും ഇതിനായി ബജറ്റിൽ 27 കോടിയോളം രൂപ നീക്കിവെച്ചതായും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. നിലവിൽ നിർമ്മിക്കുന്ന താൽക്കാലിക ബണ്ട് കാലപ്പഴക്കം ചെന്ന മുള ഉപയോഗിച്ചാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലം ഊരിയിട്ടുള്ള മുള വെച്ചിട്ടാണ് കെട്ട് പണി തുടങ്ങുന്നത്. ഒരു കുറ്റു പോലും പുതിയത് ഇപ്രാവശ്യം ഇറക്കിയിട്ടില്ല ഇവര്. അല്ലാണ്ട് ഇവര് കെട്ട് പണിയാനുള്ളതല്ല, കെട്ട് പണിയാ തള്ള എന്നുള്ളതാണ് ഇവരെ വിഷയം. കെട്ട് ചിലപ്പോൾ പാമ്പ് പൊളുക്കണ പോലെ എടുക്കുക. ഇത് ഇവരെ കെട്ടനുസരിച്ച് ഉപ്പുവെള്ളം കൃഷിക്ക് ബാധിക്കാനുള്ള സകല ചാൻസും കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെയും അതിനു മുമ്പത്തെ വർഷത്തെയും ബണ്ട് നിർമ്മാണത്തിന് ഉപയോഗിച്ച മുളകളാണ് വീണ്ടും ഉപയോഗിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. മുളകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് മൂലം ബണ്ട് പൊട്ടാൻ സാധ്യതയുള്ളതായും നാട്ടുകാർ ആരോപിച്ചു. TC വിനോസ്, ഇരിങ്ങാലക്കുട. ഇടത് തോളലിന് താഴെ ആഴത്തിൽ കുത്തേറ്റ് രക്തം വാർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന പാലക്കാട് സ്വദേശിയായ ആദിവാസി യുവാവിന് രക്ഷകനായി തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ. ഹൃദയത്തിൽ നിന്നും നേരിട്ട് പുറപ്പെടുന്ന ധമനിയായ സബ്ക്ലേവിയൻ ആർട്ടറിക്ക് ഗുരുതര ക്ഷതം പറ്റിയതിനാൽ രക്ഷിച്ചെടുക്കുക പ്രയാസമായിരുന്നു. സമയം നഷ്ടപ്പെടുത്താതെ സർജറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അനുഭവപരിചയവും വൈദഗ്ധ്യവുമുള്ള ഡോക്ടർമാർ അടിയന്തര ശസ്ത്രക്രിയ നടത്തി. 3 മണിക്കൂർ നീണ്ടുനിന്ന അതിസങ്കീർണ ശസ്ത്രക്രിയയ്ക്കും പരിചരണത്തിനും ശേഷം യുവാവിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചു. സർജറി യൂണിറ്റ് മേധാവികളായ ഡോക്ടർ C. രവീന്ദ്രൻ, ഡോക്ടർ ഹരിദാസ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രവീൺ, പ്രൊഫസർ ഡോക്ടർ സുനിൽ, ഡോക്ടർ പാർവതി എന്നിവരുടെ
നേതൃത്വത്തിലുള്ള സംഘമാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ടീം അംഗങ്ങളെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ മണ്ഡപത്തിൽ ഭക്തിയുടെ നിറവിൽ സംഗീതാർച്ചനയ്ക്ക് തുടക്കമായി. രാവിലെ 7 മണിയോടെ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പകർന്നെത്തിച്ച ദീപം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ചെമ്പൈ സംഗീത മണ്ഡപത്തിലെ നിലവിളക്കിൽ തെളിയിച്ചതോടെയാണ് 15 ദിവസം നീളുന്ന സംഗീതാർച്ചനയ്ക്ക് തുടക്കമായത്. ആദ്യം ക്ഷേത്രം അടിയന്തര വിഭാഗത്തിലെ നാഗസ്വരം തവിൽ കലാകാരന്മാർ മംഗളവാദ്യം മുഴക്കി. ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗങ്ങളായ വൈക്കം വേണുഗോപാൽ, തിരുവിഴ ശിവാനന്ദൻ, ഗുരുവായൂർ മണികണ്ഠൻ, ആനയടി പ്രസാദ്, ചെമ്പൈ സുരേഷ് എന്നിവർ വാദാബീം എന്ന് തുടങ്ങുന്ന ഗണപതി സ്തുതി ആലപിച്ചു. നെടുമങ്ങാട് ശിവാനന്ദൻ വയലിനിലും എൻ ഹരി മൃദംഗത്തിലുമായി പക്കമേളമൊരുക്കി. തുടർന്ന് തൃശൂർ സ്വദേശികളായ VC നിധിൻ, OP അനൂപ്, OK രതീഷ്, MK സുനിൽ എന്നിവരുടെ സംഘം കീർത്തനത്തോടെ സംഗീതാർച്ചന ആരംഭിച്ചു. പ്രഗത്ഭരും തുടക്കക്കാരുമടക്കം 3000-ഓളം പേർ 15 ദിവസങ്ങളിലായി സംഗീതാർച്ചന നടത്തും. സംഗീതോത്സവത്തിലെ പ്രധാന ആകർഷകമായ പഞ്ചരത്ന കീർത്തനാലാപനം ദശമി ദിവസമായ ഡിസംബർ 10 നടക്കും. ഏകാദശി ദിവസമായ 11 സംഗീതോത്സവത്തിന് തിരശ്ശീല വീഴും. കുന്നംകുളത്ത് നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM സുരേഷ്, P സോമശേഖരൻ, PK ഷെബീർ, സജിനി പ്രേമൻ, പബ്ലിസിറ്റി കൺവീനർ സൈമൺ ജോസ്, ചെയർമാൻ ലബീബ് ഹസൻ എന്നിവർ സംസാരിച്ചു. ഡിസംബർ 3, 5, 6, 7 തീയതികളിൽ കുന്നംകുളത്തെ വിവിധ സ്കൂളുകളിലായാണ് കലോത്സവം അരങ്ങേറുക. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് ദ്വാദശി പണം സമർപ്പണവും ഊട്ടും നടന്നു. തൃപ്രയാർ രമേശൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം, തുടർന്ന് ദ്വാദശി പണം സമർപ്പണം, ദ്വാദശി ഊട്ട് എന്നിവ നടന്നു. ശുഗപുരം ഗ്രാമത്തിലെ ചെറുമുക്ക് വൈദികൻ വല്ലഭൻ അക്കത്തിരിപ്പാട്, ചെറുമുക്ക് വൈദികൻ ശ്രീകണ്ഠൻ സോമയാജിപ്പാട്, പന്നിയൂർ ഗ്രാമത്തിലെ തവനൂർ പരമേശ്വരൻ സോമയാജിപ്പാട്, പെരുവനം ഗ്രാമത്തിലെ ഋഷികേശൻ സോമയാജിപ്പാട്, ആരൂർ വാസുദേവൻ അടിത്തിരിപ്പാട്, ഇരിങ്ങാലക്കുട ഗ്രാമത്തിലെ നടുവിൽ പഴയടത്ത് നീലകണ്ഠൻ അടിത്തിരിപ്പാട് എന്നിവർ ദ്വാദശി പണം സ്വീകരിച്ചു. തന്നെ വിശ്വസിച്ച് അന്നം തേടിവരുന്ന പ്രാവുകൾക്ക് അന്നം ഊട്ടുകയാണ് ആശാരിക്കാട് സ്വദേശി രാജേന്ദ്രൻ. 500-ൽ പരം പ്രാവുകളാണ് ദിവസവും കൂലിപ്പണിക്കാരനായ രാജേന്ദ്രന്റെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നത്. ആശാരിക്കാട് ദർബ കനാൽപ്പുറം സ്വദേശി കിഴക്കേക്കുന്നിൽ രാജേന്ദ്രനാണ് തന്റെ വീട്ടുമുറ്റത്തെത്തുന്ന പ്രാവുകൾക്ക് അന്നം നൽകുന്നത്. എല്ലാ ദിവസവും രാവിലെ 6 മണിയോടെ രാജേന്ദ്രന്റെ വീട്ടുമുറ്റത്ത് പ്രാവുകൾ കൂട്ടമായി പറന്നിറങ്ങും. ഭക്ഷണം കഴിച്ച് 6:30 പ്രാവുകൾ കൂട്ടമായി തിരികെ പറക്കും. കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം പ്രാവുകൾക്കായി രാജേന്ദ്രൻ മാറ്റിവെക്കുന്നുണ്ട്. ദിവസേന 2 കിലോയോളം അരിയാണ് പ്രാവുകൾക്ക് നൽകുന്നത്. ദിവസേന 500-ൽ പരം പ്രാവുകൾക്കാണ് രാജേന്ദ്രൻ അരിമണി നൽകുന്നത്. 2 വർഷത്തോളമായി പ്രാവുകളെ ഊട്ടാൻ തുടങ്ങിയിട്ട്. സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ സമീപത്തെ റേഷൻ കടകളിൽ വീണുകിടക്കുന്ന അരിമണികൾ പെറുക്കിക്കൂട്ടി പ്രാവുകൾക്ക് നൽകുകയാണ് പതിവ്. ചില ദിവസങ്ങളിൽ പ്രാവുകളുടെ എണ്ണത്തിലും വർധനമുണ്ടാകാറുണ്ട്. എത്ര പ്രതിസന്ധി വന്നാലും തന്നെ വിശ്വസിച്ച് അന്നം തേടി പറന്നിറങ്ങുന്ന പ്രാവുകളെ നിരാശരാക്കില്ലെന്ന നിശ്ചയത്തിലാണ് രാജേന്ദ്രൻ. TCV ന്യൂസ്, തൃശൂർ. എളവള്ളിയിൽ വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. താമരപ്പള്ളി മാടത്തിങ്കൽ രഘുനാഥന്റെയും ഉമയുടെയും മകൾ 17 വയസ്സുള്ള അനുപമയാണ് മരിച്ചത്. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. പാവർട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്റ്റേഷനിൽ വെച്ച് മാള പോലീസ് SHO അപമാനിച്ച് സംസാരിച്ചതായി പരാതി. ഇത് സംബന്ധിച്ച് പ്രസിഡന്റ് ഡെയ്സി തോമസ് ജില്ലാ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് പരാതി നൽകി. പരാതി നൽകി 15 ദിവസം കഴിഞ്ഞാണ് തന്നെ വിളിപ്പിച്ചതെന്നും കേസെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ SHO എതിർകക്ഷിയുടെ മുന്നിൽ വെച്ച് അപമര്യാദയായി സംസാരിച്ചതായും കേസെടുക്കണമെങ്കിൽ അസഭ്യവാക്കുകൾ കൂടി പരാതിയിൽ ചേർക്കണമെന്ന കാര്യം ഇത്രകാലം ജനപ്രതിനിധിയായ ഒരാളോട് പറഞ്ഞു തരണമോ എന്ന് ചോദിച്ചതായും പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ്
ഡെയ്സി തോമസ് പറഞ്ഞു. മാളെ സിജോ കുറ്റാരോപിതനായ വ്യക്തിയുടെ മുൻപിൽ വെച്ചിട്ട് FIR കേസെടുക്കാനുള്ള വകുപ്പ് ഇതിനകത്തില്ല. ഈ 2 തെറിവാക്ക് പറഞ്ഞിട്ട്, അതായത് അസഭ്യവാക്ക് പറഞ്ഞിട്ട് ഇതുകൂടി ഇതിൽ എഴുതി ചേർക്കണം എന്നെങ്കിൽ മാത്രമേ FIR കേസെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എത്രാമത്തെ തവണയാണ് ജനപ്രതിയാകുന്നത്, നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ ഇത് ചെയ്യാനായിട്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ചേർക്കേണ്ട അസഭ്യവാക്കുകൾ എതിർകക്ഷിയുടെ മുന്നിൽ വെച്ച് SHO പറഞ്ഞത് മാനസികമായി വേദനിപ്പിച്ചതായും പരാതി തീർപ്പാക്കിയതായി ഒപ്പിട്ട് നൽകാൻ നിർബന്ധിച്ചതായും ഇവർ പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറിയുമായുള്ള മീറ്റിംഗിനിടയിലെത്തിയ ജോസ് എന്നയാൾ മോശമായി സംസാരിക്കുകയും നടന്നുപോകുമ്പോൾ വഴിയിൽ വെച്ച് അപായപ്പെടുത്തുവാൻ ശ്രമിക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നായിരുന്നു പരാതി. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് SHO സജിൻ ശശി പറഞ്ഞു. TCV ന്യൂസ്, മാള. ഒരൊറ്റ രാജ്യം ഒരൊറ്റ തെരഞ്ഞെടുപ്പ് എന്നത് ഇന്ത്യൻ ഡെമോക്രസിയുടെ അടിത്തറ ഇളക്കുന്നതാണെന്ന് P. ബാലചന്ദ്രൻ MLA പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള നീക്കം ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ജീവൻ ചോർത്തിളക്കുകയെന്നും MLA പറഞ്ഞു. സാഹിത്യ അക്കാദമിയിൽ നടന്ന സെമിനാറിൽ യൂണിയൻ പ്രസിഡന്റ് EV ദശരഥൻ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൌൺസിൽ അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, അഡ്വക്കേറ്റ് OJ ജനീഷ്, യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ജോസ്, ജില്ലാ സെക്രട്ടറി K. ചന്ദ്രമോഹനൻ, ജില്ലാ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ, സാംസ്കാരിക സമിതി ജനറൽ കൺവീനർ VK ഹാരിഫാബി തുടങ്ങിയവർ സംസാരിച്ചു. അതിരപ്പള്ളി വെറ്റിലപ്പാറ 14-ൽ കാട്ടാന മറിച്ചിട്ട എണ്ണപ്പനയുടെ അടിയിൽ കുടുങ്ങി പശു ചത്തു. കണ്ണമ്പുഴ ജീമോന്റെ പശുവാണ് ചത്തത്. എണ്ണപ്പനത്തോട്ടത്തിൽ മേയാൻ വിട്ട 4 പശുക്കളുമായി വീട്ടിലേക്ക് വരികയായിരുന്നു ജോമോൻ. നേരം ഇരുട്ടിയതിനാൽ റോഡരികിൽ തോട്ടത്തിൽ നിന്നിരുന്ന ആനയെ ജീമോൻ കണ്ടില്ല. പെട്ടെന്ന് കാട്ടാന പന തള്ളി മറിച്ചിടുകയായിരുന്നു. മരത്തിനിടയിൽ കുടുങ്ങിയ 3 വയസ്സുള്ള പശു തൽക്ഷണം ചത്തു. അപകടം നടന്നിടത്തു നിന്ന് ജീമോൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ബൈക്കിൽ കറങ്ങി നടന്ന് വഴിയാത്രക്കാരികളായ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന യുവാവിനെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂർക്കുന്ന് സ്വദേശി ഷനാസാണ് അറസ്റ്റിലായത്. സന്ധ്യാസമയത്ത് ഒറ്റയ്ക്ക് നടന്നുപോകുന്നതും സ്കൂട്ടറിൽ പോകുന്നതുമായ സ്ത്രീകളെ നിരീക്ഷിച്ച് വെളിച്ചം കുറവുള്ളതും ആൾപെരുമാറ്റമില്ലാത്തതുമായ ഭാഗങ്ങളിലെത്തുമ്പോൾ പുറകിലൂടെ ചെന്ന് കടന്നുപിടിക്കുകയാണ് പ്രതിയുടെ രീതി. പോലീസും നാട്ടുകാരും നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. ഇതേ രീതിയിലുള്ള കുറ്റത്തിന് ചേർത്തല സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസുണ്ട്. ഡിവൈഎസ്പി K. സുമേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ CI PK ദാസ്, SIമാരായ അരിസ്റ്റോട്ടിൽ, EA സുരേഷ്, ASIമാരായ സജു പൌലോസ്, ആഷ്ലിൻ ജോൺ, ലിജോൺ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ജീവൻ രക്ഷിക്കാനായി നാട് കൈകോർക്കുന്നു. എറിയാട് പഞ്ചായത്തിലെ 6-ാം വാർഡിൽ മുടവൻകാട്ടിൽ അസ്ബു മകൻ 27 വയസ്സുള്ള ആഷിഫിനാണ് വാഹനാപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന ആഷിഫിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് 25 ലക്ഷം രൂപ ചിലവ് വരും. കൂലിപ്പണി നടത്തി ഉപജീവനം നടത്തിയിരുന്ന ആഷിഫിന്റെ കുടുംബത്തിന് ഈ തുക താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. ഫൗസിയ ഷാജഹാൻ ചെയർമാനായും PS മുജീബ് റഹ്മാൻ ജനറൽ കൺവീനറായും നാട്ടുകാർ ചേർന്ന് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആഷിഫിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്കിന്റെ അഴീക്കോട് ബ്രാഞ്ചിലുള്ള അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56640 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3239 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ആനയെഴുന്നള്ളിപ്പ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തില്ലെന്ന് ഹൈക്കോടതി. തൃശൂർ പൂരം ആഘോഷം ചുരുക്കേണ്ടിവരുമെന്നും ഹൈക്കോടതി ഇളവുകൾ നൽകണമെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ. നാട്ടിക ദുരന്തത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മദ്യലഹരിയിൽ മയങ്ങിപ്പോയെന്ന് ലോറി ക്ലീനറുടെ കുറ്റസമ്മതമൊഴി.
ഇരിങ്ങാലക്കുട കോമ്പാറയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയായ യുവതിക്ക് ദാരുണാന്ത്യം. അപകടത്തിനിടയാക്കിയത് സ്വകാര്യ ബസിനെ മറികടന്നെത്തിയ കാർ. ചാലക്കുടിയിൽ വീടിന് തീപിടിച്ചു. വീടിനകത്ത് അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത് നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ. തിരുവില്ലാമലയിൽ ഷവർമ കഴിച്ചവർക്ക് ദേഹാസ്വാസ്ഥ്യം. 2 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. നാട്ടുകാർ റെസ്റ്റോറന്റ് ഉടമയെ ചോദ്യം ചെയ്തത് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു. ഗുരുവായൂരിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ മോഷ്ടാവ് പോലീസ് പിടിയിലായി. മലപ്പുറം താനൂർ സ്വദേശി പ്രദീപാണ് അറസ്റ്റിലായത്. 2 മാസത്തിനിടയിൽ പ്രതി കവർന്നത് 20ഓളം പവൻ സ്വർണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.